കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷന് വേണ്ടി വന്ന ഒരു പിതാവ്, കുറച്ചധികം പ്രായമുണ്ട്. അവർ വളരെ വേദനയോടുകൂടി ഒരു കാര്യം പറയുകയുണ്ടായി. മക്കളുള്ള മാതാപിതാക്കൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. അത്രയും വേദനപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവർ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ഈറനണിയുന്നുണ്ട്, പൊട്ടിക്കരയാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടി. ആരോടും പറയാനോ അല്ലെങ്കിൽ അതൊന്ന് കേൾക്കാനോ അദ്ദേഹത്തിന് ആരുമില്ല എന്നൊക്കെ ഒരു 5 മിനിറ്റ് അദ്ദേഹം ഇരുന്നപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് വിജയം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം നെറ്റിയിൽ നിസ്കാരത്താഴ്മ്പുള്ള ഒരു മനുഷ്യനും കൂടെയാണ്, അഥവാ ഇബാദത്തിലൊക്കെ മുഴുകിയിരിക്കുന്നവരാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് ജീവിതത്തിൻ്റെ മടുപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തുടങ്ങിയത് തന്നെ, ഉസ്താദേ എനിക്കിനി ജീവിക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ മതി. ആത്മഹത്യ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിട്ടൊന്നല്ല കേട്ടോ അദ്ദേഹം പറയുന്നത്. എങ്ങനെയെങ്കിലും ഒന്നും മരിച്ചു പോയാൽ മതി എന്നിങ്ങനെ അയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ കണ്ടാലൊരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ളയാളെപ്പോലെയുണ്ട്, മുഖവും നല്ല പ്രസന്നതയോടുകൂടെ നിൽക്കുന്നു, നിങ്ങൾക്കിപ്പോൾ നടക്കാൻ കഴിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നിർവഹിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ, അദ്ദേഹം അധ്വാനിച്ചതൊക്കെ വെറുതെയായിപ്പോയി എന്ന്, അദ്ദേഹം നേടിയെടുത്തതെല്ലാം വെറുതെയായിപ്പോയി എന്ന് വേദനയോടുകൂടെ പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നല്ല മക്കളാകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഈ അമലിലൂടെ പറയുന്നുണ്ട്. നിങ്ങളിത് പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. മക്കൾ ഒരിക്കലും വഴികേടിലാകൂല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ ഫോളോ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഇസ്മ പറയുന്നുണ്ട്, ഒരു ദുആ പറയുന്നുണ്ട്, ആത്മാർത്ഥമായി കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ മരണപ്പെട്ട് കുറച്ച് നാളായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയാണ്, എങ്ങനെയെങ്കിലും ഒന്നും മരിച്ചാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്നും മരിച്ചാൽ മതി എന്ന് വരാനുള്ള കാരണം എന്താ? നാട്ടിൽ അത്യാവശ്യം പേരുണ്ട്, മഹല്ലിലും കമ്മിറ്റിയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരാളാണ്, നല്ല പേരും പെരുമയുള്ള വ്യക്തിയാണ്, അന്തസ്സുള്ളൊരു വ്യക്തിയാണ്, കണ്ടാലും കുഴപ്പമില്ല, പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇങ്ങനെ സമാധാനവും സന്തോഷവും മാത്രം മതിയോ? പേരും പെരുമയും മാത്രം മതിയോ? ഇങ്ങനെ പേരും പെരുമയും മാത്രം മതിയോ? മനസ്സിനൊരു സമാധാനം വേണ്ടേന്ന്. അപ്പോൾ സമാധാനക്കേടിന് എന്താണ് നിങ്ങൾക്ക് കുഴപ്പമുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, 5 മക്കളാണ് ഉണ്ടായിരുന്നത്. 5 മക്കളിൽ ആദ്യത്തെ മോനെ നന്നായി പഠിപ്പിച്ചിട്ട് ആദ്യത്തെ മോനെ എൻജിനീയർ ആക്കി മാറ്റി. രണ്ടാമത്തെ മോനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കി മാറ്റി. 3 പെൺമക്കളാണുള്ളത്. ആ 3 പെൺമക്കളെയും ഓരോ സ്ഥലത്തേക്കും നല്ല അന്തസ്സുള്ള, അഭിമാനമുള്ള വലിയ കുടുംബത്തിലേക്ക് തന്നെ, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലേക്ക് തന്നെ കെട്ടിച്ചയക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തു. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്കോ എൻ്റെ വിഷയങ്ങളിലേക്കോ ഈ മക്കളിൽ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ഭാര്യയും കൂടെ മരണപ്പെട്ടതോടുകൂടെ ഞാൻ അങ്ങേയറ്റം ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത്. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ സമയത്ത് ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കളുള്ളവർ, ഭാര്യയാൽ അവഗണിക്കപ്പെട്ടത്, ഭാര്യ മരണപ്പെട്ട് ഭർത്താവ് ഉപ്പ ഒറ്റയ്ക്കായി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് ഉമ്മ ഒറ്റയ്ക്കായി ജീവിക്കുന്നവർ, മക്കൾ തീരെ തിരിഞ്ഞു നോക്കാത്തവർ, ഇങ്ങനെയുള്ള ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും. ഇത്തരം സന്ദർഭത്തിലൂടെ അവരൊക്കെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. എന്താണ്?
ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ല എന്നുള്ളത് ഒന്നാമത്തത്. രണ്ടാമത്തെ, ആരെയും സ്നേഹിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളത്. കാരണം ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് വരാൻ കാരണമുണ്ട്. കാരണം മക്കളെ ഇത്രയും പോറ്റി വളർത്തിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. അതേപോലെ തന്നെ എത്ര മക്കളെ സ്നേഹിച്ച് വളർത്തിയാലും തിരിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ലഭിക്കുക എന്നുള്ളൊരു ചിന്ത. ആർക്കും ഒരു ആത്മാർത്ഥ സ്നേഹം ഉണ്ടാവില്ല എന്നുള്ള ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഇപ്പം നമ്മൾ ഈ കേസിലേക്ക് തന്നെ വന്നാൽ, മൂത്ത മകനെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ട് അവർക്കുണ്ടായിരുന്നൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് എടുത്താണ് മൂത്ത മകനെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സാമ്പത്തിക ശേഷി മുഴുവനും അങ്ങനെയാണ് സാമ്പത്തികം മുഴുവൻ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആളെ ഡോക്ടറാക്കാൻ ഒരുപാട് ചിലവുകളുണ്ടായി. ആ ചിലവുകൾ മറ്റൊരു സ്ഥലം വിറ്റിട്ടാണ് രണ്ടാമത്തെ മോനെ ഡോക്ടറാക്കുന്നത്. അപ്പോൾ ഈ ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ, ഉമ്മ അതിന് ശേഷമാണ് മരണപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ മനസ്സിലുള്ളത്, യഥാർത്ഥത്തിൽ ഇവർ പഠിച്ച് ഡോക്ടറായിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, ഇത്രയും കൊടുത്തതല്ലേ എന്ന് മക്കളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായി. ആ ധാരണ തെറ്റുകയും ചെയ്തു. തെറ്റിയപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല, ആർക്കും ആത്മാർത്ഥമായ സ്നേഹം തിരിച്ചുണ്ടാകില്ല എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകളും പൈശാചികമായ ഷെറുകളൊക്കെ വരും. അങ്ങനെ വരുന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതം അവസാനിപ്പിച്ചാൽ മതി, മരണമാണ് നല്ലത് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ വരും. നമ്മളെന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. നമുക്കൊക്കെ അറിയുന്ന ഒരായത്താണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. എന്നും അവശേഷിക്കുന്ന നന്മകൾ, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നും അവശേഷിക്കുന്ന നന്മകൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ പ്രതിഫലം ലഭിക്കുന്നതൊക്കെ അതേതാണ്? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ, ആ നന്മകൾ, ഈ നന്മകളാണ്. അപ്പോൾ ഈ സമ്പത്ത്, അതേപോലെ തന്നെ സമ്പാദ്യം, നമ്മുടെ മക്കള്, ഇതൊക്കെ ഈ ഭൗതിക ലോകത്തെ അലങ്കാരങ്ങൾ മാത്രമാണ്. അതൊരു പക്ഷേ നമ്മുടെ ശത്രുക്കളായി മാറിയേക്കാം, അതൊരു പക്ഷേ നമുക്ക് പ്രതികൂലമായി മാറിയേക്കാം. അങ്ങനെ പ്രതികൂലമായി മാറുമ്പോഴൊന്നും നമ്മളതിലെന്താവരുത്, ടെൻഷൻ അടിക്കുകയോ പരാജയപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നെന്നും നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ, ആ നന്മകൾ, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തിൽ ഏറ്റവും ഉത്തമമായത്, ഉത്കൃഷ്ടമായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെയും സ്നേഹിക്കുന്നത് അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ സ്നേഹം കൊടുത്താലും അത് തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ആരുടെ കേസ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്, അതെപ്പോഴും തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ നല്ല പ്രതീക്ഷയിൽ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം, അള്ളാഹുവിൻ്റെ ഖലാഹ് പ്രകാരം നമുക്ക് തിരിച്ചു ലഭിച്ചേക്കാം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. പക്ഷേ തിരിച്ചു ലഭിച്ചോളണം എന്നില്ല എന്നുള്ള. പിന്നെ ചില സന്ദർഭങ്ങളിൽ മക്കൾക്കൊക്കെ സ്നേഹം ഉണ്ടാകും. ആ സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. ചിലർക്ക് പ്രകടിപ്പിക്കാൻ അറിയൂല, ചിലർക്ക് പ്രകടിപ്പിക്കേണ്ട രൂപത്തിൽ പ്രകടിപ്പിക്കാൻ അറിയൂല. ഇപ്പം ചില മാതാപിതാക്കൾ അവരുടെ എല്ലാ മക്കളിലേക്കും ചേർത്ത് വെക്കുക. ചില മക്കൾ നന്നായിട്ട് സംസാരിക്കും, ചിലർ നന്നായിട്ട് ഇടപെടും. എന്നാൽ ചില മക്കൾക്ക് നല്ല സ്നേഹം ഉണ്ടാകും, അവർ കൃത്യമായിട്ട് എല്ലാ രൂപത്തിലും അങ്ങനെ ഇടപെട്ടോളണമെന്നില്ല, ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു കേസിലല്ല പറഞ്ഞു, പൊതുവെയുള്ള കേസിൽ. അപ്പോൾ നമ്മളിനിയിപ്പോൾ മക്കളിൽ നിന്ന് സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിലും, നമ്മളെല്ലാം മനസ്സിലാക്കണമല്ലോ, മക്കളിൽ നിന്ന് സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിന് ഈമാൻ കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം, ആരും എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്കവരോട് പരാതിയോ ഇല്ല. ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ ഒരാളെ സ്നേഹിച്ചാൽ എനിക്കതിൻ്റെ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിത്രങ്ങളോടെന്ന രീതിയിലാണ് ശത്രുക്കളോട് പോലും പെരുമാറിയിരുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം. നമ്മുടെ പൂർവ്വസൂരികളിലൊക്കെ
മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുസരിക്കാത്ത ധിക്കാരിയായ മകനായ കൻആൻ ധിക്കാരം പറഞ്ഞപ്പോൾ കപ്പലിൽ കയറാതിരുന്ന സമയത്ത് തൻ്റെ മകനെ വിളിച്ച് എൻ്റെ പൊന്നുമോനെ ഈ കപ്പലിലൊന്ന് കയറൂ എന്നാണ് പറഞ്ഞത്. വാത്സല്യത്തോടു കൂടെയാണ് സംസാരിച്ചത്. നമ്മളെ വാത്സല്യത്തോടു കൂടെ തന്നെ സംസാരിക്കാം. വളരെ വാത്സല്യത്തോടു കൂടെ വിളിച്ചപ്പോൾ ദേഷ്യം കത്തിക്കയറേണ്ട സമയത്ത് പോലും വാത്സല്യത്തോടു കൂടെയാണ് പെരുമാറിയത്. അതേ രൂപത്തിൽ പെരുമാറുക. നമ്മൾ അള്ളാൻ്റെ വജഹ് ഉദ്ദേശിച്ചാണ് ഒരാളെ സ്നേഹിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ മക്കൾ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക യാ ഹാദി യാ അല്ലാ യാ നൂറു യാ അല്ലാ എന്ന് പറയുന്ന ഇസ്മുകൾ പതിവാക്കുക. മക്കൾക്ക് വേണ്ടി അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.